ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈനൂസ് കിച്ചൺ. ഇന്ന് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ഗുലാബ് ജാമുൻ തയ്യാറാക്കാം. ഇത് വളരെ സോഫ്റ്റാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇതിനാദ്യമായി നമുക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. ആദ്യം നമുക്ക് ബ്രെഡ് എടുത്ത് 2-3 ബ്രെഡ് എടുത്ത് ചെറിയ കഷ്ണങ്ങളായി പൊടിച്ചെടുക്കണം. മിക്സിയിൽ പൊടിക്കേണ്ട, കൈകൊണ്ട് തന്നെ നന്നായി പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിൽ അല്പം പാലൊഴിച്ച് ചെറിയ ബോളാക്കി എടുക്കണം. കുറച്ച് പാലേ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ബോളാക്കി എടുക്കാൻ ഒക്കുകയില്ല. ഇനി ബ്രെഡുകളെല്ലാം ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യണം. അതിനു വേണ്ടി ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തീ വളരെ കുറച്ച് ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഇത് പാനിൽ നിന്നും മാറ്റാം. ഇനി ഇതിനാവശ്യമായ പഞ്ചസാര പാനി തയ്യാറാക്കാം. ഒരു പാൻ എടുത്ത് അതിൽ 1 കപ്പ് പഞ്ചസാര ഇടുക. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ജസ്റ്റ് ഒന്ന് തിളച്ച് പഞ്ചസാരയൊക്കെ ലയിച്ച് വരുന്ന ഒരു പാകം മതി. ഇനി അതിലേക്ക് 2-3 ഏലക്ക പൊടിച്ചതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റോളം തിളപ്പിക്കണം. ആ ബ്രെഡിൽ പഞ്ചസാര നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പഞ്ചസാരയൊക്കെ ഇത് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ പഞ്ചസാര ലായനിയിൽ ഒരു 2 മണിക്കൂർ കിടന്നു കഴിഞ്ഞാൽ ബ്രെഡിനകത്ത് നന്നായിട്ട് പഞ്ചസാര പാനിയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും. ബ്രെഡും പഞ്ചസാരയും കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി പുതിയൊരു വിഭവമായി വീണ്ടും കാണാം. നമസ്കാരം.